അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇപ്പോൾ മഴക്കാലമാണല്ലോ, മഴ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സിഹർ ബാത്തിൽ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പാത്രത്തിൽ മഴവെള്ളം ശേഖരിക്കുക എന്നുള്ളതാണ്. മഴവെള്ളം ശേഖരിക്കേണ്ടത് മാടിലോ ഓടിലോ തട്ടാത്ത രീതിയിൽ ഒരു സ്റ്റൂളോ മറ്റും വെച്ചിട്ട് അതിൽ നേരിട്ട് വെള്ളം ശേഖരിക്കുക എന്നുള്ളതാണ്. ആ വെള്ളത്തിലേക്ക് 7 ഫാത്തിഹ ഓതുക, 7 ആയത്തുൽ കുർസി ഓതാം, 7 സൂറത്ത് ഫലഖ് ഓതാം, 7 സൂറത്ത് നാസ് ഓതാം. കൂട്ടത്തിൽ യൂനുസ് സൂറത്തിലെ 81, 82 ആയത്ത് ഓതണം. അതുപോലെ തന്നെ സൂറത്ത് ത്വാഹയിലെ 69 ആയത്തും ഇതിലേക്ക് ഓതണം. ഓരോന്നും ഒരു ഫാത്തിഹ 7 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിൽ തട്ടുന്ന രൂപത്തിൽ ഓതണം. അതുപോലെ തന്നെ ആയത്തുൽ കുർസി, ഫലഖ്, നാസ്, നേരത്തെ പറഞ്ഞ സൂറത്ത് യൂനുസിലെ 81, 82 ആയത്ത്, സൂറത്ത് ത്വാഹയിലെ 69 ആയത്ത്, ഇവ ഓതിയിട്ട് ആ വെള്ളം ഉപയോഗിച്ച് ഓരോ ഗ്ലാസ് കുടിക്കുക. വീട്ടിലുള്ളവരെല്ലാം കുടിക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കരുതുക, ഇല്ല സിഹിർ, കണ്ണീർ, ഷെയ്ത്താൻ ഇതെല്ലാം ബാത്തിലായിട്ട് പോകണം എന്നുള്ള നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി തന്നെ, ഒന്നോട് കൂടി തന്നെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഓതാം. കാരണം ഖുർആൻ വലിയ ഷിഫയാണ്. ഖുർആനിൽ മാറാത്തതായിട്ടൊന്നുമില്ല. ഖുർആന് അപ്പുറം ചിന്തിക്കുന്നത് അത് വെറും മണ്ടത്തരം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഖുർആൻ ഉപയോഗിച്ച് മഴവെള്ളത്തിൽ ഒരുപാട് ഷിഫയുണ്ടെന്ന ഖുർആനിൽ ഹദീസിലൊക്കെ പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴവെള്ളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സിഹിർ ബാത്തിൽ ചെയ്യുക. ഒരു പ്രാവശ്യം മന്ത്രിച്ച് കഴിഞ്ഞാൽ അത് 2 ദിവസം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു 3 ഘട്ടങ്ങളായിട്ട് 3 പ്രാവശ്യം മന്ത്രിച്ചിട്ട് 3 പ്രാവശ്യം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിഹിർ സംബന്ധമായ, കണ്ണീർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകും. അങ്ങനെ ചെയ്യുമാറാകട്ടെ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.